വിജയകുമാർ, ഈ അയോഗ്യത വിനേഷ് ഫോഗട്ടിന് എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ, ആ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ട് അടുത്ത കുറെ മാസങ്ങളായി നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ്. അതിൽ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ആ ഒരു ഇടച്ചിൽ പോലും ഉണ്ടല്ലോ, ബ്രിജ്ഭൂഷണുമായി ബന്ധപ്പെട്ടുള്ള നീണ്ട സമരങ്ങൾ, ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് സംശയിക്കാം. പക്ഷെ ഇവിടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിയമങ്ങളാണ്, അതിനപ്പുറമൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ IOA വേണ്ടത്ര പിന്തുണ വിനേഷ് ഫോഗട്ടിന് നൽകിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ടും. താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് ഇവിടെ? മിഥുൻ. മഞ്ജുഷ, ഒരു മിനിറ്റ്, എന്റെ വിഷ്വൽ ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ ടീം പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. സോ മഞ്ജുഷ, ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എല്ലാവരും, അതായത് ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും അല്ലാത്തവരും ഒക്കെ തന്നെ വളരെയധികം വേദനിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ വിനേഷ് ഫോഗാട്ടിന്റെ കഴിഞ്ഞ പെർഫോമൻസസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വിഷമം എത്രയാണെന്ന് നമുക്ക് ഈ ഒരു കാര്യത്തെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പൊ അതില് ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ആംഗിൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു പർട്ടിക്കുലർലി ഈ പറയുന്ന പോലെ വെയിറ്റ് ക്ലാസ് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്പോർട്സിൽ, മഞ്ജുഷ്, ഞാൻ എന്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഈ വെയിറ്റ് ക്ലാസ് സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്പോർട്സ്, അതായത് ഈ റെസ്ലിംഗ്, ബോക്സിംഗ്, ഈ വെയിറ്റ് ലിഫ്റ്റിംഗ്, ഇതുപോലുള്ള സ്പോർട്സിൽ, വെയിറ്റ് ക്ലാസ് സ്പെസിഫിക് ആയിട്ടുള്ള സ്പോർട്സിൽ ചില വെയിറ്റ് ഇഷ്യൂസ് കാരണം ഡിസ്ക്വാളിഫിക്കേഷൻ നടക്കാറുണ്ട്. പക്ഷെ ഇവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വെറും 100 grams ഒരു ഡിഫറൻസ് കൊണ്ടാണെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഞാൻ ദ വയർ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഞാൻ വായിക്കുകയായിരുന്നു. അതിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ഇവർക്ക് 2 തവണയാണ് ഈ വെയിങ് നടക്കാറുള്ളത്. അപ്പൊ ആദ്യത്തെ വെയിങ്ങിൽ 2 കിലോ അധികം ഉണ്ടായിരുന്നെന്നും അവരത് വളരെയധികം എഫേർട്ട് ഇട്ടുകൊണ്ട് കുറയ്ക്കുകയും അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഓവർനൈറ്റ് സ്റ്റാവിങ്ങും, പിന്നെ ഈ എനിക്കൊന്ന് ഫൈനൽ ഘട്ടത്തിൽ അവരുടെ മുടി പോലും മുറിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പൊ ഇത് വയർ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. അപ്പൊ അതിൽ അവസാനത്തെ സെക്കൻഡ് വെയിങ്ങിലാണ് കാണുന്നത് 100 grams ഡിഫറൻസ് വീണ്ടും ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇത് അവരെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ഫാൻസിനെ സംബന്ധിച്ച്